അധ്യായം 88 അൽ ഗാശിയ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 26. ആദ്യ സൂക്തത്തിലെ ആവരണം ചെയ്യുന്നത് എന്നർത്ഥമുള്ള അൽ ഗാശിയ എന്നതു തന്നെയാണ് അധ്യായത്തിന്റെ പേര്. പ്രവാചകൻ സത്യപ്രബോധനം ആരംഭിക്കുകയും മക്കാനിവാസികൾ അതിനെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അവതരിച്ചു. ആദ്യ ഭാഗത്ത് മരണാനന്തര ജീവിതത്തിൽ കുറ്റവാളികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വിശദീകരിക്കുന്നു. പിന്നീട് സുകർമ്മികളുടെയും തുടർന്ന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആവരണം ചെയ്യുന്ന മഹാവിപത്തിന്റെ വാർത്ത നിനക്ക് വന്നെത്തിയോ? അന്ന് ചില മുഖങ്ങൾ പേടിച്ചരണ്ടവയായിരിക്കും, അധ്വാനിച്ച് തളർന്നവയും. ചുട്ടെരിയും നരകത്തിലവർ ചെന്നെത്തും. തിളച്ചുമറിയുന്ന ഉറവയിൽ നിന്നാണവർക്ക് കുടിക്കാൻ കിട്ടുക. കയ്പുള്ള മുൾച്ചെടിയിൽ നിന്നല്ലാതെ അവർക്കൊരാഹാരവുമില്ല. അത് ശരീരത്തെ പോഷിപ്പിക്കില്ല, വിശപ്പിന് ശമനമേകുകയുമില്ല. എന്നാൽ മറ്റു ചില മുഖങ്ങൾ അന്ന് പ്രസന്നങ്ങളായിരിക്കും, തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സംതൃപ്തരും. അവർ അത്യുന്നതമായ സ്വർഗീയാരാമത്തിലായിരിക്കും. വിടുവാക്കുകൾ അവിടെ കേൾക്കുകയില്ല. അവിടെ ഒഴുകുന്ന അരുവിയുണ്ട്, ഉയർത്തിയൊരുക്കിയ മഞ്ചങ്ങളും തയ്യാറാക്കിവച്ച പാനപാത്രങ്ങളും നിരത്തിയിട്ട തലയണകളും നിവർത്തിയിട്ട മുന്തിയ പരവതാനികളും. അവർ നോക്കുന്നില്ലേ ഒട്ടകത്തെ, അതിനെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന്? ആകാശത്തെ, അതിനെ എவ்விധം ഉയർത്തിയെന്ന്? പർവ്വതങ്ങളെ, അവയെ എങ്ങനെ സ്ഥാപിച്ചുവെന്ന്? ഭൂമിയെ, അതിനെ എങ്ങനെ വിശാലമാക്കിയെന്ന്? അതിനാൽ നീ ഉദ്ബോധിപ്പിക്കുക, നീ ഒരു ഉദ്ബോധകൻ മാത്രമാണ്. നീ അവരുടെ മേൽ നിർബന്ധം ചെലുത്തുന്നവനല്ല. ആർ പിന്തിരിയുകയും സത്യത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നുവോ, അവനെ അല്ലാഹു കഠിനമായി ശിക്ഷിക്കും. നിശ്ചയമായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം. പിന്നെ അവരുടെ വിചാരണയും നമ്മുടെ ചുമതലയിലാണ്.